5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മന്ത്രി അറിയാതെ സ്കൂളുകൾ പൂട്ടുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ 4 സ്കൂൾ പൂട്ടി. കണ്ണൂർ ജില്ലയിൽ 8 സ്കൂൾ പൂട്ടി. പേരാമ്പ്രയിൽ ഒരു UP സ്കൂൾ പൂട്ടി, എയ്ഡഡ് സ്കൂൾ പൂട്ടി. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളൊക്കെ ഇങ്ങനെ പൂട്ടുന്നു, പലതും പൂട്ടുന്നു, ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടുന്നു. ഇത് ഗവൺമെൻറ് അറിയുന്നില്ലെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് അറിയാതെ പൂട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. ഒരു വശത്ത് പൊതുവിദ്യാഭ്യാസത്തിൽ യജ്ഞം നടക്കുന്നു. അത് വലിയ രീതിയിലല്ല അതിൻ്റെ പ്രവർത്തനം. കിഫ്ബിയുടെ ഫണ്ട് എടുത്തിട്ട് സ്കൂളുകളുടെ കെട്ടിടങ്ങളും ലാബ് സൗകര്യങ്ങളും കമ്പ്യൂട്ടർ ലാബുകളും സ്റ്റുഡിയോകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു വശത്ത് ചെയ്യുന്നു. മറുവശത്ത് സ്കൂളുകൾ പൂട്ടി വരുന്നു. പൊതുവിദ്യാഭ്യാസത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതിന് കൃത്യമായി ശിവൻകുട്ടി മന്ത്രി ചില പരിഹാരങ്ങളൊക്കെ കണ്ടുപിടിച്ചു. വലിയ ആക്ഷേപമാണ് DPIയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയൊക്കെ കേട്ടതെങ്കിലും ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ളവർ, യുക്തിവാദികൾ, അങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ സംഘടനകളൊക്കെ സർക്കാരിനെ ശക്തമായി വിമർശിച്ചു. നിങ്ങൾ തോൽപ്പിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെയാണ്, അവർ നിരാലംബരാണ്, നിരാശ്രയരാണ്, അവർ പൊതുസമൂഹത്തിൽ നിന്ന് പോകും, മുഖ്യധാരയിൽ നിന്ന് പോകും, അതുകൊണ്ട് ആരെയും തോൽപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളം കാണിച്ചു. പക്ഷേ എന്തായാലും ശിവൻകുട്ടി അതിനകത്ത് ഉറച്ചു നിന്നു. മന്ത്രി വളരെ കർശനമായ രീതിയിൽ 8ാം ക്ലാസ്സിൽ അതിൻ്റെ ഇത് കൊണ്ടുവരും. പിന്നെ വാല്യുവേഷൻ കർശനമായിരിക്കും. തോക്കുന്ന കുട്ടികൾ മര്യാദയ്ക്ക് ഒന്നുകൂടെ എഴുതി എടുത്താൽ മതി, അല്ലാതെ അങ്ങനെ അടിച്ചു കയറി പോണ്ട. ഈസി വാക്ക് ഓവർ ഇല്ല എന്നൊക്കെ മന്ത്രി പറഞ്ഞു. 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ റെമഡിയൽ ക്ലാസ്. എന്തായാലും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണോ, പേപ്പറിൽ വല്ലതും എഴുതിയിരിക്കണം. പശുവിനെ കൊണ്ട് തെങ്ങിക്കെട്ടിട്ട് തെങ്ങിനെക്കുറിച്ച് എഴുതി മാർക്ക് വാങ്ങിയാമെന്ന് മക്കളെ നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളിവിടെ ഭരിക്കുന്നത് ശിവൻകുട്ടിയാണ്, നമ്മുടെ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഷ്രൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പരീക്ഷ എഴുതാതെയും പരീക്ഷയ്ക്കകത്ത് പേപ്പറിൽ ഗ്യാസ് അടിച്ച് വെച്ചും ജയിക്കാമെന്ന് കരുതണ്ട മക്കളെ. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത പണി വരുന്നു. അങ്ങനെ ഒരുവിധം മലയാളം അറിഞ്ഞൂടാത്ത കുട്ടികളെയൊക്കെ മലയാളം എഴുത്ത് പഠിപ്പിച്ച് അല്ലെങ്കിൽ വായിക്കാൻ പഠിപ്പിച്ച് അവരെ കയറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത കുട്ടികളെ അങ്ങനെ കയറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത പണി വരുന്നു. മന്ത്രിയോട് അറിയാതെ, മന്ത്രി ആഫീസിലേക്ക് ഫയൽ അയക്കാതെ, സെക്രട്ടേറിയറ്റിലേക്ക് ഫയൽ അയക്കാതെ സ്കൂളുകൾ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും പിന്നെ DPIയുടെയൊക്കെ ലെവലിൽ അങ്ങ് സ്കൂളുകൾ പൂട്ടുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഫോർട്ട് സ്കൂളിൽ ഒരു കുട്ടി മാത്രമായ സമയത്താണ് സ്കൂൾ പൂട്ടാൻ പോയത്. പക്ഷേ അതിനെ കൃത്യമായി ഗവൺമെൻറ് തിരിച്ചു കൊണ്ടുവന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ 5ഉം 10ഉം കുട്ടികളുള്ള ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അപ്പോൾ അവിടെ സൗകര്യങ്ങൾ കൂട്ടി, ടീച്ചർമാരുടെ എണ്ണം കൂട്ടി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വരുത്തിപ്പിച്ച് MLA ഫണ്ടും MP ഫണ്ടും എല്ലാം കൊണ്ടുവന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് സ്കൂളിനെ വലുതാക്കണമെന്നേ. ഇപ്പം ഞാൻ പണ്ട് നല്ല പാഠത്തിൻ്റെ പരിപാടിയുമായി പോയി ഉള്ളൂർ LPS എന്ന് പറയുന്ന സ്കൂളെന്ന് പറയുന്ന 6-7 കുട്ടികളെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അവർക്ക് അവാർഡ് കിട്ടി, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അവാർഡൊക്കെ കിട്ടി. അവസാനം ആ സ്കൂളിൽ ഇപ്പോൾ വലിയ ഈ സ്കൂൾ ബസ്സായി, സ്കൂളിൽ വലിയ കെട്ടിടമായി. കടകംപള്ളി സുരേന്ദ്രൻ MLA ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തു, മന്ത്രി പൈസ കൊടുത്തു, വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അദ്ദേഹം പ്രത്യേക ഫണ്ട് കൊടുത്തു. അങ്ങനെ നന്നായി പോകുന്നു. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. സ്റ്റാഫിൻ്റെ സ്വഭാവം പ്രധാനമാണ്. നല്ല പഠിപ്പീര് പ്രധാനമാണ്. ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സ്കൂളിൽ തന്നെ കുട്ടികളെ എല്ലാ രക്ഷാകർത്താക്കളും അയക്കും. ഇപ്പോൾ പിണറായിയിൽ തന്നെ, നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പിണറായിയിൽ തന്നെ 4 സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലാകെ 8 സ്കൂൾ പൂട്ടി, പേരാമ്പ്ര സ്കൂൾ പൂട്ടി. അപ്പോൾ സ്കൂൾ പൂട്ടലൊരു പാഷനായിട്ടുണ്ട്. എന്തായാലും മന്ത്രി കയറെടുത്തു, വടിയെടുത്തു. ഇനി പൂട്ടണമെങ്കിൽ ശിവൻകുട്ടി സാറ് കൂടി അറിയണം, അല്ലാതെ പൂട്ടാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ താഴെ വച്ചേക്കൂ. ദയവായി നിങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ, പൂട്ടുന്നതിനെക്കുറിച്ച് പിന്നെ നോക്കാം.